അങ്ങനെ കാര്യമായിട്ട് കാണിക്കാൻ മാത്രം ഞാനൊന്നും ടൈപ്പ് ചെയ്യുന്നില്ല, ജസ്റ്റ് ബ്ലാ ബ്ലാ ബ്ലാ. ബൈ ദ വേ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് ഷഹ്മ ഖാത്തൂൻ. നിങ്ങൾ ഈ ക്രാഫ്റ്റ് DIYs ജേർണലും വീഡിയോസ് കൈൻഡ് ഓഫ് സ്റ്റഫ്സ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് എൻ്റെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഞാൻ കാത്തിരുന്ന് അവസാനം എൻ്റെ ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. വീഡിയോക്ക് ലെങ്ത് ഇത്തിരി കൂടുതലാണ്, ബട്ട് ഗൈസ് കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യണം. കാരണം ഈ വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ബിഫോർ വ്യൂ എന്താണെന്ന് കാണിച്ചു തരാം. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ ഡെസ്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡെസ്കിലായിരുന്നു ഞാൻ വീഡിയോ എടുത്തിരുന്നത്. ആക്ച്വലി ഞാൻ ഇവിടെ എല്ലാ വീഡിയോ ചെയ്തിരുന്നത് താഴത്തായിരുന്നു, ഇപ്പോൾ മേലേക്ക് കയറിയതാണ്. അപ്പോൾ ഈ ഒരു ഏരിയയാണ് നമ്മൾ മേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ക്ലീനിങ് ആണ്. ഇതിപ്പോൾ ക്ലീൻ ചെയ്തിട്ട് കാര്യമൊന്നുമില്ല, എന്തായാലും ലാസ്റ്റ് ഒന്നുകൂടി ക്ലീൻ ചെയ്യേണ്ടി വരും എന്നെനിക്ക് വ്യക്തമായിട്ട് അറിയാം. ബട്ട് സ്റ്റിൽ ചെയ്താലല്ലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇതിങ്ങനെ ക്ലീനിങ് ചെയ്യാൻ കാണാൻ വേണ്ടി ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ. ഈ ഒരു ഏരിയയിലൊക്കെ അത്യാവശ്യത്തിലേറെ പേപ്പർ കട്ടിങ്ങിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരുവിധം ഡെസ്ക് മേക്ക് ഓവർ വീഡിയോസിൽ എല്ലാത്തിലും കാണുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു വാൾ ഗ്രിറ്റ് എന്ന് പറഞ്ഞ സംഭവം. ഞാൻ ഈ മേക്ക് ഓവർ പ്ലാൻ ചെയ്ത ടൈമിൽ കുറേ വീഡിയോസൊക്കെ കണ്ടിരുന്നു, ഓൾസോ Pinterest നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാത്തിലും ഞാൻ ഈ സംഭവം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരെണ്ണം ബാംബൂ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ടാക്കിയാലോ എന്ന് വിചാരിച്ച് തുടങ്ങിയ പരിപാടിയാണ് ഇത്. പിന്നെ നമ്മുടെ ഈ കട്ടിംഗ് മാറ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ യൂസ് ചെയ്യാത്ത പാർട്ടി വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതിൻ്റെ ബ്ലാക്ക് പാർട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഡ്യുവൽ കളറാണ് ഞാൻ അത് അൺബോക്സിങ് ടൈമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുള്ളവർക്ക് അറിയാം. ആൻഡ് കോയിൻസിഡൻസ് ആണോ വാട്ടെവർ ഇറ്റ് ഈസ്, ഞാൻ അത് ചെയ്യാൻ ഉദ്ദേശിച്ച സെയിം അളവിലായിരുന്നു ഈ ഒരു കട്ടിംഗ് മാറ്റ് ഉണ്ടായിരുന്നു. ആൻഡ് സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും അതിൽ ഓരോ സ്ക്വയേഴ്സ്, അത്യാവശ്യം വലുപ്പമുള്ള ബോൾഡായിട്ടുള്ള സ്ക്വയേഴ്സ് കാണാം. അപ്പോൾ ആ ഒരു സൈസിലാണ് ഞാനത് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബാംബൂ സ്റ്റിക്കും അതിൻ്റെ കറക്റ്റ് സൈസായിരുന്നു. സത്യം പറയാമല്ലോ, ഒരു പിടിക്ക് എത്രയോ പക്ഷികളെ കിട്ടിയ അവസ്ഥയായിരുന്നു കേട്ടോ എനിക്ക്. പിന്നെ എനിക്കതെല്ലാം നല്ല പെർഫെക്റ്റ് ആയി വേണമെന്ന് നിർബന്ധമായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും ആദ്യം ഈ ഒരു ഫ്രെയിം ഉണ്ടാക്കിയിട്ടാണ് ചെയ്തത്. പിന്നെ എല്ലാം ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കിയിട്ട് വെച്ച് നോക്കി കറക്റ്റ് ആണോ എന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത്. വേറെ കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അതിൽ ഡയറക്റ്റായിട്ട് അവർ ഈ ക്രോസ് പോലെ ഫ്രെയിം ഇല്ലാതെ വെച്ച് ചെയ്യുന്നതാണ് ഞാൻ കണ്ടത്. പക്ഷേ എനിക്കെന്തോ ഇങ്ങനെ ചെയ്യാനായിട്ട് തോന്നിയത്. അപ്പോൾ ഞാൻ ആ ഒരു സൈസിൽ ഫ്രെയിം ഉണ്ടാക്കിയതിന് ശേഷമാണ് ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തത്. പിന്നെ തിരിച്ച് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു പോയിന്റ് നിൽക്കുന്ന പാർട്ടില്ല അതുകൂടി ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. ഈ ഒരു വെർട്ടിക്കലായിട്ടുള്ള ലൈൻസ് ഫുള്ളായിട്ട് ഒട്ടിച്ചതിന് ശേഷമാണ് ഞാൻ നമ്മുടെ ഹൊറിസോണലായിട്ടുള്ള ലൈൻസ് ഒട്ടിക്കാൻ തുടങ്ങിയത്, അതായത് ഇങ്ങനെയുള്ളത്. അപ്പോൾ ഞാനിത് തിരിച്ച് വെച്ചിട്ടാണ് ചെയ്തത്. കാരണം നമ്മൾ ഈ സെയിം സൈഡ് തന്നെ ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ പൊന്തി നിന്നിട്ട് ഗ്യാപ്പ് കാണും. പക്ഷേ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ ഫിക്സ് ആയിട്ട് അവിടെ ഇരുന്നോളും. അപ്പോൾ ഇതും ഞാൻ ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷമാണ് അത് പിന്നെ ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത്. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റായിട്ട് സ്റ്റിക്ക് ചെയ്താൽ ചിലപ്പോൾ പണി പാളും. പിന്നെ അത് പറിച്ചെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്ത് നോക്കണം എന്ന് പറയുന്നത് കേട്ടോ. ഇതിങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിക്ക് ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ട് ഓരോ ഡ്രോപ്പും ഓരോ പോയിന്റ്സിലും കൊടുക്കുന്നുണ്ട്. കാരണം ഗ്ലൂ ഗൺ ആയതുകൊണ്ടേ എനിക്ക് അത്ര വിശ്വാസം കുറവാണ്, ചിലപ്പോൾ ഇത് വിട്ടുപോരും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ആയതിനു ശേഷം ഞാനിത് പെയിൻറ്റ് ചെയ്യുന്നുണ്ട്, അത് ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ, അത് പിന്നെ കാണിച്ചു തരാം. നെക്സ്റ്റ് ഞാൻ കുറേ കാലമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്ന ഒരു ഡെസ്ക് ഓർഗനൈസറാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 4x ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 4x ഷീറ്റ് പറഞ്ഞാൽ അത്യാവശ്യം ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഡിഫറെൻറ്റ് തിക്നെസ്സിൽ ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ഞാനിത് ഇവിടെ 4mm 4x ഷീറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ ഒരു 6 പീസസ് നമുക്കിതിന് വേണം കേട്ടോ. മെഷർമെൻ്റ് ഒക്കെ ഞാൻ അതിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണ്ടവർക്ക് സ്ക്രീൻഷോട്ട് എടുക്കുക. നമ്മൾ Pinterest തുറന്ന് നോക്കിയാൽ ഒരുവിധം എല്ലാ ഡെസ്കിൻ്റെ മേലും കാണുന്ന ഒരു മെയിൻ ഐറ്റമാണ് ഈ ഒരു അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഓർഗനൈസർ. അപ്പോൾ ഞാനിവിടെ വാങ്ങിച്ചു കൊടുന്നപ്പോൾ അത്യാവശ്യം പൊടികളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ കുറച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ടൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഈ 4x ഷീറ്റ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല, നമ്മൾ ഈ ഫോം ബോർഡ് എന്നൊക്കെ ഞാൻ കുറേ പേര് വീഡിയോസിൽ കേട്ടിട്ടുണ്ട്. പക്ഷേ ശരിക്കും ഇത് 4x ഷീറ്റാണ് കേട്ടോ, ഡിഫറെൻറ്റ് തിക്നെസ്സിൽ അവൈലബിൾ ആണിത്. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഈ സംഭവം ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഫ്ലെക്സ് ക്യൂക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഗൈസ്, ഇത് സൂക്ഷിച്ചും കണ്ടും യൂസ് ചെയ്യണം. എൻ്റെ കൈ 2-3 പ്രാവശ്യം ഒട്ടിപ്പോയി. പിന്നെ മാത്രമല്ല ഈ സംഭവം ഞാൻ ഒട്ടിച്ച് നോക്കിയിട്ട് പിന്നെ വെച്ച് നോക്കിയപ്പോൾ ഇതെന്തോ ഒന്ന് വെച്ചത് കറക്റ്റ് ആയിട്ടുണ്ടാകില്ല. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ശരിക്കും പെർപെൻഡിക്കുലർ ആയിരുന്നില്ല ഞാൻ വെച്ചത്.
പിന്നെ എന്തോ ഒരു ഭാഗത്തിന് ഞാൻ ഇതുകൊണ്ട് കട്ട് ചെയ്തെടുത്തപ്പോൾ എൻ്റെ കയ്യിലേക്ക് സാധനം വന്നു. പിന്നെ അത് കറക്റ്റായിട്ട് ഇതുപോലെ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ടാണ് മേലെ മാത്രം ഒട്ടിച്ചെടുത്തത്. പിന്നെ കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് പിന്നെ എന്താ ഇതേപോലെ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുക പിന്നെ ചെയ്തത്. അപ്പോൾ ഇതായിരിക്കും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഞാൻ ഇതുപോലെ ഫോളോ ചെയ്തപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയത്. പിന്നെ ഒന്നും പറയണ്ട, അങ്ങനെ വെച്ചുകൊണ്ടാണ് എല്ലാ ഫ്ലെക്സ് ക്യൂക്കും കൂടി ഒലിച്ചിറങ്ങിയിട്ട് താഴത്തെ ഫോം ബോർഡിൻ്റെ മേലൊക്കെ ഒട്ടിപ്പിടിച്ചാണ്. താഴത്തെ നിൽക്കുന്ന മാറ്റും ഫോം ബോർഡും കൂടി കണക്ട് ചെയ്യുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ ഒട്ടിപ്പിടിച്ച് ഇതേപോലെ ആയിട്ടുണ്ടായിരുന്നു. ബട്ട് എനിവേസ് വലിയ കുഴപ്പമുണ്ടാകുന്നില്ല. അങ്ങനെ 2 ഉണ്ടാക്കിയെടുത്ത്. അപ്പോൾ 2 നമുക്കിതിന് വേണ്ടത്. ഇതിന് മാത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അറിയത്തുള്ളൂ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. സത്യം പറയാലോ, ഇത് അടിപൊളിയാണ് ഗൈസ്. നിങ്ങളുടെ ഡെസ്ക് ഓർഗനൈസ് ചെയ്യാൻ ഈ ഒരു സാധനം മാത്രം ഉണ്ടായാൽ മതി. ആൻഡ് ബൈ ദ വേ ഞാനൊരു സാധനം പരിചയപ്പെടുത്തി തരാം. ഇതൊരു സെൽഫി സ്റ്റാൻഡ് പ്ലസ് ട്രൈപോഡാണ്. ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ട്രൈപോഡാണ്. ഇതിങ്ങനെ അഡ്ജസ്റ്റബിൾ ആണ്. നമുക്ക് ഏകദേശം ഇത്രത്തോളം, എങ്ങനെ ഇത് പറഞ്ഞു തരാൻ എനിക്കറിയില്ല, ഇത്രയും ലെങ്ത് വരുന്നുണ്ട്. ഇത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഫോൺ ഇതിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ ഓൺലൈനിൽ മേടിച്ചതല്ല, പക്ഷേ ഇതിന് സിമിലർ പ്രൊഡക്റ്റ് ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഈ ഒരു പാർട്ട് നമുക്ക് ഇങ്ങനെ കയ്യിലെടുത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഫോണുമായിട്ട് കണക്ട് ചെയ്താൽ നമുക്ക് ഷട്ടർ ഇങ്ങനെ ക്ലിക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇനിയുള്ള വീഡിയോസൊക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് ഈ ഒരു ട്രൈപോഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ എഫിഷ്യൻസി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. നെക്സ്റ്റ് ഞാൻ ഈ ഒരു കോർണറാണ് ഫില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു സംഭവമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ ഓൺലൈനിൽ വാങ്ങിച്ചതാണ്. ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. സംഭവം അടിപൊളിയാണ്. സൂപ്പർ ക്വാളിറ്റിയാണ് കേട്ടോ. ഓൺലൈനിൽ മേടിച്ചപ്പോൾ ഞാൻ ഇത്രയും ക്വാളിറ്റി സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചതല്ല. അതും ഫ്രം മീഷോ. ഞാൻ കുറച്ചധികം നേരം കഷ്ടപ്പെട്ടിരുന്നിട്ട് പിക്ചേഴ്സ് ഓരോന്നും നോക്കി എടുത്ത ഒരു പ്രൊഡക്റ്റാണ് കേട്ടത്. ആൻഡ് എല്ലാ പിക്ചേഴ്സും ഒന്നിനൊന്നും മെച്ചാണ്. ഇതിൽ ടോട്ടൽ 40 സ്റ്റിക്കേഴ്സ്, പോസ്റ്റേഴ്സ് ആയിരുന്നു വന്നിരുന്നത്. അറൗണ്ട് 140 റുപ്പീസാണ് ആയിട്ടുള്ളത്. എന്തായാലും 40 ഞാൻ ഒട്ടിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ സോർട്ട് ചെയ്തിട്ട് എനിക്ക് ആവശ്യമുള്ള മാത്രം ഒട്ടിക്കാനാണ് വിചാരിച്ചിട്ടുള്ളത്. എല്ലാം കൂടി വാരിക്കൂരി ഒട്ടിച്ചാൽ അത് മൊത്തത്തിൽ വൃത്തികേടാവും. അപ്പോൾ അത്രക്കൊന്നും വേണ്ട. അപ്പോൾ ആവശ്യമുള്ളത് മാത്രം നോക്കിയെടുത്തിട്ടാണ് ഞാൻ വോളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കോർണറിലാണ് ഞാൻ വാൾ പോസ്റ്റേഴ്സ് അറേഞ്ച് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. ഇത്രയും ഐറ്റംസ് ആണ് സോർട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത്. ബാക്കി വേറെ ഇരിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ ഗ്ലൂ ഡ്രോപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നമ്മുടെ ടിഷ്യൂ ടേപ്പ് ഉണ്ടല്ലോ, ഡബിൾ സൈഡ് സ്റ്റിക്കർ, അത് യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത്. ഗ്ലൂ ഡ്രോപ്പ് വരുന്ന വാൾ പോസ്റ്റേഴ്സും അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ ഇത് നോക്കിയപ്പോൾ ഇതിലുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഗ്ലൂ ഡ്രോപ്പിനൊക്കെ പ്രാധാന്യം കൊടുത്തത് ഇതിൻ്റെ പിക്ചേഴ്സിനാണ്. എന്തായാലും എല്ലാം നല്ല സ്റ്റിക്കേഴ്സ് ആയിരുന്നു, പോസ്റ്റേഴ്സ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഇത് തന്നെ സെലക്ട് ചെയ്ത്. പിന്നെ ഞാൻ ഈ ഒരു ടോട്ടൽ ഡെസ്ക് മേക്ക് ഓവർ പ്ലാൻ ചെയ്ത് ഈ ഒരു പിങ്കി തീമിലല്ല കേട്ടോ, നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. ഞാൻ കുറച്ച് ബ്ലാക്ക്, കുറച്ച് വൈറ്റ്, പിന്നെ കുറച്ച് പിങ്ക്, അതെല്ലാം കൂടിയിട്ട് ഒന്ന് 3 കൂടിയിട്ട് ഇങ്ങനെ മെർജ് ചെയ്ത് പോകുന്ന ഒരു രീതിയിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത്. എനിക്ക് ബ്ലാക്കിനോട് ഒരു പ്രത്യേക താല്പര്യമാണ് ഗൈസ്. ഞാൻ എല്ലാതും ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇത്രയാണ് ബാക്കി വന്നത്. പിന്നെ അവിടെ ചെറിയൊരു ക്ലീനിങ് പരിപാടി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ബാക്കിയുള്ളതൊക്കെ ഒന്ന് എടുത്തു വെക്കുന്നതാണ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ഡെസ്ക് വൈറ്റ് കളർ അല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു വൈറ്റ് കളർ കിട്ടാൻ വേണ്ടി എല്ലാവരും ചെയ്യുന്ന പോലെ വാൾപേപ്പറാണ് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് മാറ്റണമെന്ന് ഞാൻ കുറച്ചായിട്ട് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുന്നേ അതൊന്ന് ക്ലീൻ ചെയ്യണമെന്നുണ്ടായിരുന്നു. കാരണം ഈ സംഭവം അത്ര അധികം വഴക്കൊന്നും ആയിട്ടില്ല. ബട്ട് സ്റ്റിൽ ഞാൻ ചേഞ്ച് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇതിൻ്റെ ഒറിജിനൽ ആയിട്ടുള്ള സ്പീഡാണ്. സംഭവം ഇത് പറിച്ചെടുക്കുക എന്നുള്ളത് കുറച്ച് ടാസ്ക് പിടിച്ച പരിപാടിയായിരുന്നു. പിന്നെ ഞാൻ ഈ ഡെസ്കിൻ്റെ സൈഡിലായിട്ട് വേറൊരു ചെറിയ മേക്ക് ഷിഫ്റ്റ് ടേബിൾ കൂടി ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ ഇത് യൂസ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ് നശിപ്പിക്കാതെ എടുത്തു വെക്കുന്നത്. പിന്നെ ഇത് യൂസ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ പുതിയത് സ്റ്റിക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതിന് ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് ഈ ഒരു ടേബിളിന് കറക്റ്റ് സൈസായിരുന്നു. അപ്പോൾ അധികമൊന്നും ഇതിൽ ബാലൻസ് വന്നിട്ടില്ല. ഞാൻ ഫസ്റ്റ് ഒന്ന് ഇതുപോലെ ജസ്റ്റ് വെച്ച് നോക്കി കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ രീതിയിലാണ് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത്. ഒരു കാർഡ് വെച്ച് ഇങ്ങനെ ജസ്റ്റ് നീക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് നൈസായിട്ട് ബബിൾസ് ഒന്നും ഇല്ലാതെ ഒട്ടിക്കാൻ പറ്റും. പിന്നെ ഈ ബാക്കിലുള്ള അതിൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ, സ്റ്റിക്കർ വരുന്ന ഒരു ഷീറ്റ്, അത് ജസ്റ്റ് ഇതുപോലെ ബാക്കിലേക്ക് തന്നെ വലിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് ബബിൾസ് ഒന്നും ഇല്ലാതെ സാവധാനം ഒട്ടിച്ചെടുക്കാൻ പറ്റും. ആൻഡ് ദിസ് ഈസ് ദ ഫൈനൽ ലുക്ക്. ബബിൾസ് ഒന്നും ഇല്ലാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ നേരത്തെ പണി പൂർത്തിയായിട്ട് പെയിൻറ്റ് ചെയ്യാൻ മാറ്റി വെച്ച സംഭവം. അപ്പോൾ ഇത് ഉഷാറായിട്ട് ഞാൻ വൈറ്റ് ആയിട്ട് തന്നെ പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഈ രീതിയിൽ ഈ സൈഡിൽ ഞാനിത് സ്റ്റിക്ക് ചെയ്യാമെന്ന് ഹാങ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഈ ഒരു രീതിയിൽ ഈ ഒരു ഹൈറ്റിലാണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. ചിലപ്പോൾ മേ ബി അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കാണും. പിന്നെ ഡ്രില്ല് ചെയ്യാൻ നമുക്ക് അനുമതി ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ 2 ഇതേപോലത്തെ ഐറ്റംസ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്.
പിന്നെ ഈ ഒരു സംഭവം കാണുന്നത് പോലെ അല്ല കേട്ടോ, അത്യാവശ്യം വെയിറ്റൊക്കെ താങ്ങാൻ ശക്തിയുള്ള ലൈറ്റാണിത്. അപ്പോൾ ഞാൻ ഇതുപോലെ 2 എണ്ണം സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് അതിലിങ്ങനെ ഇത് ഹാങ് ചെയ്യാന്നാണ് വിചാരിച്ചത്. പക്ഷേ ആദ്യം ചെയ്തപ്പോൾ ചെറുതായിട്ടൊന്ന് ഡിസ്റ്റൻസ് കൂടിപ്പോയി. പിന്നെ രണ്ടാമത് ഒട്ടിച്ചിട്ട് പിന്നെ വെച്ച് നോക്കിയപ്പോൾ പിന്നെയും ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞു പോയി. പിന്നെ മൂന്നാമത് പറിച്ചെടുത്തു. അപ്പോഴാണ് ചെറുതായിട്ടൊരു പണി കിട്ടിയത്. പിന്നെ ഞാൻ അധികമൊന്നും അതിൻ്റെ മേലെ കഷ്ടപ്പെട്ടില്ല, അതങ്ങനെ തന്നെ അവിടെ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ വിൻഡോസിൽ പെയിൻറ് ചെയ്യാത്തതുകൊണ്ട് ആ ഒരു വൃത്തികേട് കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒരു കർട്ടൻ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഹീൽ ചെയ്യാൻ വേണ്ടി കർട്ടൻ സെറ്റ് ചെയ്തെന്നുള്ളൂ, അധികം മാച്ചൊന്നും ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ നമ്മുടെ വാൾ പോസ്റ്റേഴ്സ് ഞാൻ കുറച്ചൊന്ന് കയറ്റി ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്, കാരണം ഞാൻ പിന്നാലെ പറയാം കേട്ടോ. നമുക്കൊരു ഫ്ലോട്ടിംഗ് ഷെൽഫ് കൂടി അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ 4x ഷീറ്റാണ് യൂസ് ചെയ്യുന്നത്. രണ്ടും 2 ലെങ്ത് ആൻഡ് ബ്രെഡ്ത്തിലാണ്. ലെങ്ത് സെയിം ആണ്, ബ്രെഡ്ത്ത് കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ ഒന്ന് ചെറുതും ഒന്ന് വലുതുമായിട്ട് ഇതേ രീതിയിലാണ് ഒട്ടിച്ച് കൊടുക്കുന്നത്. എവിടെയും ഞാൻ ഫ്ലെക്സ് ക്യൂക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 4x ഷീറ്റൊക്കെ ഒട്ടിക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് ഈ ഒരു സംഭവം തന്നെയാണ്. നമുക്ക് വെറും 2 സെക്കൻഡ് കൊണ്ട് ഒട്ടിക്കിട്ടും. ഇത് കണ്ട, ഇതിൻ്റെ ഒറിജിനൽ സ്പീഡാണ് കേട്ടോ. പിന്നെ ഞാൻ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തിട്ടാണ് ഇത് വാളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ലെങ്തി ആയിട്ട് 2 എണ്ണം ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് അത് ഡയറക്റ്റായിട്ട് നമ്മുടെ വാളിൽ സ്റ്റിക്ക് ചെയ്യാണ് ചെയ്യുന്നത്. അത് നല്ല അത്യാവശ്യം സ്റ്റിഫ് ആൻഡ് സ്റ്റേഡി ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു സൈഡിലാണ് ഇത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഈ ഒരു സ്പേസിനൊക്കെ വല്ലാണ്ട് ബ്ലാങ്ക് ആയ പോലെ തോന്നി, അതുകൊണ്ടാണ് ഈ സൈഡിൽ സ്റ്റിക്ക് ചെയ്ത്. ഇതിൻ്റെ വെയിറ്റ് ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഗ്ലാസ് ജാർ വെച്ച് കാണിച്ചത് കേട്ടോ. ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എല്ലാ ഐറ്റംസും അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു സൈഡിലായിട്ടാണ് നമ്മുടെ ഈ ഒരു ഷെൽഫ് അറേഞ്ച് ചെയ്തത്. പിന്നെ ഞാൻ ഈ സൈഡിലായിട്ട് എൻ്റെ കുറച്ച് ഡയറീസും ബുക്സൊക്കെ ഉണ്ടായിരുന്നു, ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു അറേഞ്ച്മെൻറ്റിലൊക്കെ പിന്നെ ചിലപ്പം മാറ്റങ്ങളൊക്കെ വരും. ഈ ഒരു വീഡിയോസിൽ തന്നെ മാറ്റങ്ങൾ കാണാം, കാരണം ഞാൻ ജസ്റ്റ് അറേഞ്ച് ചെയ്ത് നോക്കുകയാണ്. പിന്നെ ഇത് എൻ്റെ കയ്യിലുള്ള ബ്രഷിൻ്റെ കളക്ഷനാണ് കേട്ടോ ഗൈസ്. ഇതിപ്പോഴും ഒരു കുഴപ്പമില്ലാതാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇപ്പോഴും ഇങ്ങനെ ബ്രഷിൻ്റെ ബ്രിസ്റ്റേഴ്സ് കട്ട പിടിക്കാതിരിക്കുന്നൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഷോർട്സ് പിന്നീട് അപ്ലോഡ് ചെയ്യുക, അപ്പോൾ അത് കാണാൻ മറക്കണ്ട. പിന്നെ നമ്മുടെ 1 മില്യൺ ജാർ തന്നെ ഞാൻ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുന്നേ. പിന്നെ ഞാൻ ഈ സൈഡിലായിട്ട് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു മഷ്റൂം കലണ്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വെച്ച് കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഷോർട്സൊക്കെ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഒരു ചെറിയ മണി ബോക്സ് ഉണ്ടായിരുന്നു, പിഗി ബാങ്ക് ലൈക്ക് സംതിങ്. അപ്പോൾ അത് ഇതിവിടെ അറേഞ്ച് ചെയ്ത് കൊടുത്തു. പിന്നെ ഈ ബുക്കിൻ്റെ പ്ലേസ്മെൻറ്റ് എനിക്ക് അത്ര കണ്ട് സാറ്റിസ്ഫൈഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓർഗനൈസർ ഞാൻ ബേസിക്കായിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഈ ഒരു കോർണർ ഈ ഒരു ചെറിയൊരു ഭാഗം അറേഞ്ച് ചെയ്യാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ ഒരു മാർക്കേഴ്സിൻ്റെ സെറ്റ് ഇവിടെ വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് ഞാൻ കണ്ടത് ഇതിങ്ങനെ വെക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പോസ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് താഴത്തുണ്ടായിരുന്ന പോസ്റ്റേഴ്സൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ മറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോസ്റ്റേഴ്സ് കുറച്ചൊന്ന് മേലേക്ക് കയറ്റി ഒട്ടിച്ചത്. പിന്നെ ഞാൻ ഇങ്ങനൊരു സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ഇത് നമ്മുടെ മാർക്കേഴ്സ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് ഈ ഒരു കോർണറിൽ വെച്ചിട്ട് അതിനുള്ളിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ മാർക്കേഴ്സ് അറേഞ്ച് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ എനിക്ക് പോസ്റ്റേഴ്സ് കവർ ചെയ്യാനും പാടില്ല എന്നാൽ നമ്മുടെ മാർക്കേഴ്സ് കാണും വേണം. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ഈ ഒരു ഐഡിയ സ്ട്രൈക്ക് ചെയ്തത്. പിന്നെ എൻ്റെ ഈ മാർക്കേഴ്സ് പറഞ്ഞാൽ 48 പീസസ് വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ സെറ്റ് കയ്യിലുണ്ടെങ്കിൽ അതിന് പെർഫെക്റ്റ് ആയിട്ട് വരുന്ന ആ ഒരു മെഷർമെൻറ്റിലാണ് ഈ ഒരു സംഭവം ചെയ്തിട്ടുള്ളത്. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, കറക്റ്റ് 48 പീസസ് ആണ്. ഞാൻ പറഞ്ഞ ഈ ഒരു ഡെസ്ക് മേക്ക് ഓവറിൽ എനിക്ക് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ട് തോന്നിയതും ഈ ഒരു സംഭവമാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 12x4 എന്ന രീതിയിലാണ് നമ്മൾ മാർക്കേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഐറ്റംസൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ നല്ലൊരു സെൻറ്റഡ് കാൻഡിലിൻ്റെ ബോട്ടിലുണ്ടായിരുന്നു കേട്ടോ. ഇത് ആക്ച്വലി കത്തിച്ച് നോക്കാതെ തന്നെ നല്ലൊരു സ്മെല്ലാണ്. ഇത് ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഏതാണ്ട് സംഭവം കഴിയാനായിരിക്കുന്നത്, പക്ഷെ ഇവിടെ നല്ല മാച്ചിലാന്ന് വെച്ച് നോക്കി. അപ്പോൾ അത് ഞാൻ ഇവിടെ ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തതാണ്. ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഇതിൽ പകുതി ഐറ്റംസും നമ്മൾ DIY ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എല്ലാം ചാനലിൽ കിടക്കുന്നുണ്ട്, അപ്പോൾ കയറി നോക്കി കാണാൻ പറ്റും.
സംഭവം എല്ലാം ഓർഗനൈസ് ചെയ്ത് കഴിഞ്ഞിട്ടും എനിക്ക് എന്തോ എന്തിൻ്റെ ഒരു കുറവ് പോലെ തോന്നി. അതാണ് ആക്ച്വലി ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ഇത്രയും ടൈം എടുത്തത്. ഇത് ഏകദേശം 1 വീക്ക് ആയിട്ടുണ്ട് ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട്. ഈ ഒരു ലൈറ്റ് എൻ്റെ കയ്യിൽ കിട്ടാൻ കുറച്ച് വൈകിപ്പോയി. എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ പറയുകയാണെങ്കിൽ ഈ ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് എന്തോ എൻ്റെ ഡെസ്ക് മേക്ക് ഓവർ എന്തോ ഇൻകംപ്ലീറ്റ് ആയപ്പോൾ തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ലൈറ്റ് കൂടി കിട്ടിയിട്ട് മതി വീഡിയോ അപ്ലോഡിങ് എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ എന്തായാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഞാൻ ഈ ലൈറ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ക്ലീനിങ്. ഇതുകൂടി കഴിഞ്ഞാൽ ഞാൻ എന്താ ലാസ്റ്റ് ലുക്ക് എന്താ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എന്തായാലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്, ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. Damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date. You're so fine, I'm so late. You sip wine, I drink straight. Don't waste time to my place. I feel my heart erase. So catch me if